നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 13ാമത് SPC ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു. ADNO കൊല്ലം റൂറൽ ഓഫീസർ T രാജീവ്, കുളത്തൂപ്പുഴ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ സജി G, അനിൽകുമാർ A, ഷാജഹാൻ M, സ്കൂൾ PTA പ്രസിഡന്റ് ഷീജ റാഫി, SPC PTA പ്രസിഡന്റ് ഷാനവാസ്, സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് N, ഹെഡ്മാസ്റ്റർ രമേശൻ S, സീനിയർ അസിസ്റ്റന്റ് സന്ധ്യാമോൾ, DICPO വിശാഖ് R, അജിന R, ഇല്ലിക്കുളം ജയകുമാർ, ഷാനവാസ് എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ കുളത്തൂപ്പുഴ SHO അനീഷ് B പാസിംഗ് ഔട്ട് പരേഡ് സ്വീകരിച്ചു. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा. പരേഡ് കമാൻഡർ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. തുടർന്ന് 1ാം പ്ലട്ടൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു. 2ാം പ്ലട്ടൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും. തുടർന്ന് പരിശീലന കാലഘട്ടത്തിൽ മികവ് പുലർത്തിയ ബെസ്റ്റ് ഓൾറൗണ്ടർ കേഡറ്റ് ആലിയ ഫാത്തിമ, ബെസ്റ്റ് ഇൻഡോർ കേഡറ്റ് അഖിൽ S, ബെസ്റ്റ് ഔട്ട്ഡോർ കേഡറ്റ് അഖില ഷിബു, ബെസ്റ്റ് കേഡറ്റ് സഞ്ജയ് കുമാർ S, കൊല്ലം റൂറൽ ADNO T രാജീവ് എന്നിവരെയും വേദിയിൽ വെച്ച് ആദരവ് നൽകി. പാസിംഗ് ഔട്ട് ചെയ്ത് അടുത്ത 10ാം ക്ലാസ്സിലേക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പോകുന്ന പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. 2010-ലാണ് SPC എന്ന പദ്ധതി വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും എക്സൈസ്, ട്രാൻസ്പോർട്ട് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് സഹകരണത്തോടുകൂടിയും കേരള പോലീസ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇതിന്ന് 15ാമത്തെ വർഷത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇനി വരുന്ന ബാച്ച് നമ്മുടെ 15ാമത്തെ ബാച്ചാണ്. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. ഇപ്പൊ ഈ മഴ പെയ്തപ്പോൾ സാധാരണ വിദ്യാർത്ഥികളായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഓടി തണലിലേക്കോ അല്ലെങ്കിൽ മഴ ഏൽക്കാത്ത ഭാഗത്തേക്കോ ഓടി മാറിയേനെ. നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ഭാഗം 2 വർഷത്തെ ചിട്ടയായ പരിശീലനത്തിന്റെ ഭാഗമാണ് നിങ്ങൾ അവിടെ തന്നെ നിന്നതും ഈ പരേഡ്, ഈ പാസിംഗ് ഔട്ട് പരേഡ് മനോഹരമായിട്ട് പൂർത്തിയാക്കിയത്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ നിരവധി ക്യാമ്പുകൾ, ഓരോ വർഷവും നടക്കുന്ന ക്യാമ്പുകൾ, ട്രെയിനിങ്, വെള്ളിയാഴ്ചകൾ ഉൾപ്പെടെ ആഴ്ചയിൽ 2 ദിവസത്തെ മറ്റു പരിശീലനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടി നിങ്ങൾ പരിശീലനം പൂർത്തിയാക്കി ഇന്ന് പുറത്തേക്ക് പോവുകയാണ്. ഒപ്പം ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. ഈ SPC പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അറിയാമല്ലോ, ആർക്കൊക്കെ അറിയാം? എല്ലാവർക്കും അറിയാം. ലക്ഷ്യബോധവും പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും ട്രെയിനിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറേണ്ടതെന്നും എങ്ങനെ ഡിസിപ്ലിനോടുകൂടി പെരുമാറാമെന്നും മറ്റു കുട്ടികളെ, പ്രത്യേകിച്ചും ലഹരിക്കെതിരെയൊക്കെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ തന്നെ
മറ്റു കുട്ടികളെ ഉപദേശിച്ച് അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് നേർവഴിക്ക് നടത്തി പോലീസിന് വേണ്ട ഇൻഫർമേഷൻസ് കൈമാറി നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത കാട്ടണം ഇന്നു മുതൽ ഈ ട്രെയിനിങ് പൂർത്തിയാക്കി ഇറങ്ങുന്നതോടെ. പിന്നെ കൂടാതെ നിങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ പാസിംഗ് ഔട്ടിന് വേണ്ടി വരുമ്പോൾ ഈ ഗ്രൗണ്ട് മുഴുവൻ പ്ലാസ്റ്റിക്കാണ്. അന്ന് ഞങ്ങളുടെ SPC കുട്ടികളെ കൊണ്ടാണ് ഇത് മൊത്തം ക്ലീൻ ചെയ്തത്. ആർക്കും ഒരു മടിയില്ലായിരുന്നു. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ഒന്നുമില്ല, പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിക്ക് ദോഷകരമായ വസ്തുക്കളൊക്കെ നമ്മൾ തന്നെ റിമൂവ് ചെയ്യുക, അത്തരം സാധനങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ, ആ പ്രകൃതി സ്നേഹം നിങ്ങളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെ ആയിരുന്നു അത്തരം പ്രവൃത്തികളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പദ്ധതി കൊണ്ട് വിഭാവന ചെയ്തത്. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.